ഹായ്, ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് വെജിറ്റബിൾസിൽ നിന്നും ഫ്രൂട്ട്സിൽ നിന്നും എങ്ങനെയാണ് കറണ്ട് ഉണ്ടാക്കുന്നതെന്നാണ്. അതിനായിട്ട് നമുക്ക് വേണ്ടത് സിങ്ക് പ്ലേറ്റും കോപ്പർ പ്ലേറ്റും LED ബൾബും കണക്റ്റിംഗ് വയേഴ്സും പിന്നെ അല്ലെങ്കിൽ ലെമണോ അല്ലെങ്കിൽ പൊട്ടറ്റോയോ ആണ് വേണ്ടത്. അതിനായിട്ട് നമുക്ക് സിങ്ക് പ്ലേറ്റും കോപ്പർ പ്ലേറ്റും വയറായിട്ട് കണക്ട് ചെയ്യണം. ഇതുപോലെ ഒരു സൈഡിൽ സിങ്ക് പ്ലേറ്റും ഒരു സൈഡിൽ കോപ്പർ പ്ലേറ്റും ഇതുപോലെ കണക്ട് ചെയ്യണം. ഇനി നമുക്ക് ഇതെല്ലാം പൊട്ടറ്റോസിലോട്ട് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് നോക്കാം. ഇതെല്ലാം നമുക്ക് പൊട്ടറ്റോസിലോട്ട് കണക്ട് ചെയ്യണം. ഒരു പൊട്ടറ്റോയിന് 0.7 വോൾട്ടേ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇവിടെ 5 പൊട്ടറ്റോസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യത്തെ വയറെടുത്ത് നമുക്ക് കണക്ട് ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യം സിങ്ക് കണക്ട് ചെയ്തു ആദ്യത്തെ പൊട്ടറ്റോയിലോട്ട്. ഇനി കോപ്പർ പാർട്ട് രണ്ടാമത്തെ പൊട്ടറ്റോയിലോട്ട് കണക്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ സിങ്ക് പാർട്ട് നമ്മൾ രണ്ടാമത്തെ പൊട്ടറ്റോയിൽ കണക്ട് ചെയ്തു. ഇനി മൂന്നാമത്തെ പൊട്ടറ്റോയിൽ കോപ്പർ പാർട്ട് കണക്ട് ചെയ്തു. ഇതുപോലെ സീരിയസ് ആയിട്ട് വേണം കണക്ട് ചെയ്യാൻ. ഇതുപോലെ എല്ലാ പൊട്ടറ്റോയ്സും സീരിയസ് ആയിട്ട് കണക്ട് ചെയ്തതിന് ശേഷം LED ബൾബ് നമുക്ക് ഇതിലോട്ട് കണക്ട് ചെയ്യണം. LED ബൾബിൻ്റെ പോസിറ്റീവ് ടെർമിനൻ്റ് കോപ്പറിലേക്കും നെഗറ്റീവ് ടെർമിനൻ്റ് സിങ്കിലേക്കുമാണ് കണക്ട് ചെയ്തേക്കുന്നത്. ഇനി നമുക്കിത് പൊട്ടറ്റോയിലോട്ട് കണക്ട് ചെയ്യാം. കണ്ട ലൈറ്റ് എത്തിക്കണ്ട. ഇപ്പോൾ ഇവിടെ ലൈറ്റ് കത്തുന്നത് പൊട്ടറ്റോയിൽ കണക്ട് ചെയ്തിട്ടുള്ള സിങ്ക് പ്ലേറ്റും കോപ്പർ പ്ലേറ്റും പൊട്ടറ്റോയിൽ അടങ്ങിയിട്ടുള്ള ഫോസ്ഫറിക് ആസിഡും തമ്മിലുള്ള ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ കൊണ്ടാണ്. ഇനി നമുക്ക് ഈ സെയിം എക്സ്പെരിമെൻറ്റ് ലെമൺ വെച്ചിട്ടും ചെയ്യാം. പൊട്ടറ്റോ എടുത്തതുപോലെ തന്നെ 5 എണ്ണമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇവിടെ ലൈറ്റ് കത്താൻ കാരണം ലെമണിൽ കണക്ട് ചെയ്തിട്ടുള്ള സിങ്ക് പ്ലേറ്റും കോപ്പർ പ്ലേറ്റും ലെമണിൽ അടങ്ങിയിട്ടുള്ള സിട്രിക് ആസിഡും തമ്മിലുള്ള ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇനി എല്ലാ കൂട്ടുകാരും ഈ എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കണേ. നിങ്ങളുടെ സയൻസ് എക്സിബിഷന് വെക്കാൻ പറ്റിയ നല്ലൊരു പ്രൊജക്റ്റാണ് ഇത്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.